ഗൈസ്, സച്ചിനാണ്, ജാൻവി ക്രിയേഷൻസ്. സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കുമ്പളങ്ങിയിലാണ്. എൻ്റെ പുറകിലുള്ളത് ഒരു ചെറിയ തട്ടുകട. ഈ ചെറിയ തട്ടുകടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടൊരു ഡിഷ് ഇവിടെ നിന്നാണ് കേൾക്കുന്നത്. ഉള്ളതുപോലെ പറയണമല്ലോ. കാരണം നമ്മുടെ ചേട്ടൻ ഇവിടെ ഒരു സ്പെഷ്യൽ ഡിഷ് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ ആൾ വൈറലാട്ടാ, ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ഇവിടെ നമ്മുടെ സ്ഥലം. ചേട്ടായി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ജയ്മോൻ എന്നാണ് ചേട്ടായുടെ പേര്. ചേട്ടാ, ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ്? ഇവിടുത്തെ സ്പെഷ്യലി ചിക്കൻ മസാല ദോശ. കേട്ടാ സുഹൃത്തുക്കളെ, ചിക്കൻ മസാല ദോശ ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. ഞാൻ കൊച്ചിക്കാരനായിട്ട് ഞാൻ കൊച്ചിയിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ചിക്കൻ മസാല ദോശ. ഇപ്പോൾ ഇവിടെയാണ് ജയ്മോൻ ചേട്ടൻ്റെ കടയിലാണ് ചിക്കൻ മസാല ദോശ ഉണ്ടാക്കുന്നത്. അതിനുള്ള പ്രിപ്പറേഷനാണ്. ദോശ ആദ്യം ഇടിച്ചിട്ടു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് എന്തൊക്കെ ഇടും? ഇത് ചിക്കൻ ഇതല്ല അടുത്തതാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം എന്തായാലും. ചേട്ടാ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? ഇവിടെ 10 വർഷമായി. ചേട്ടാ ഇവിടെ 10 വർഷമായിട്ട് ഈ ഒരു സംരംഭം കൊണ്ടുനടക്കണതാണ്. വളരെ വിജയകരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഏരിയയിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഞങ്ങൾ. പക്ഷേ തുറന്നിരിക്കുന്ന ഒരു തട്ടുകട കണ്ടത് ഇത് മാത്രമേ ഉള്ളൂ അല്ല ചേട്ടാ? വേറെ അപ്പുറത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ തുറന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി കയറിയതാ. അത്യാവശ്യം തിരക്കുണ്ട്, പാഴ്സലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ചിക്കൻ മസാല ദോശയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന്. ഞാൻ നിങ്ങൾക്ക് 2 ഗസ്റ്റിനെ പരിചയപ്പെടുത്തരാം. ഹായ്, പേരെന്താ? ലൈഡൻ. ഭയങ്കര പേരല്ല. നിന്റെ പേരെന്താ? ഗാൾഡിൻ. എന്താണ് വെറൈറ്റി അല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ സ്ഥിരം കസ്റ്റമർ ആണോ? വല്ലപ്പോഴൊക്കെ വരും നിങ്ങള്? അപ്പൊ ചിക്കൻ മസാല ദോശ മേടിക്കാറുണ്ട്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ചിക്കൻ മസാല ദോശ ഒക്കെ കഴിക്കുന്ന ആളാണ്. ഇവിടെ പേര് സത്യം രണ്ടാമത് ചോദിക്കരുത്, പറയാൻ പറ്റില്ല. 2 പേരെയും പേര് വെറൈറ്റിയാണ്. പേരൊന്നുകൂടി പറഞ്ഞേ. ലൈഡൻ, ഗാൾഡിൻ. എന്താല്ലേ പേര്? എൻ്റെ പേര് സച്ചിൻ എന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേര് ജാൻവി ക്രിയേഷൻസ് എന്നാണ്. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ബിസിനസ് ചേർത്തല്ലേ. അപ്പോൾ നമുക്ക് തിരിച്ച് ജയ്മോൻചൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, ആദ്യം ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബോൺലെസ് ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. കണ്ടോ, ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്യുന്നു. ഭയങ്കര സംഭവട്ടാ. അതിൻ്റെ കൂടെ സവോള. അപ്പോൾ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തു, ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്തു, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. കണ്ടോ, ഇതെന്തായാലും അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ സംഭവം ഒരു വെറൈറ്റി ഡിഷാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നു. സാധനം പ്ലേറ്റിലേക്ക് മാറി. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും ജയ്മോൻ ചേട്ടാ, സംഗതി ഇത് നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചത്? ഇത് നമ്മുടെ അനിയൻപുള്ളിയാണ് ഇത് ഇറക്കിയത്. ആണോ? അപ്പോൾ പുള്ളിക്കാരൻ്റെ അനിയനാണിത് ഇവിടെ രംഗത്ത് കൊണ്ടുവന്നത്. അപ്പൊ ചെറിയ പണിയിലാണ്. ഓ ശരി. അപ്പം പുള്ളിയുടെ അനിയനാണ് ഇതിൻ്റെ സൃഷ്ടാവെന്ന് പറയുന്നത്. കാരണം ഞാനെങ്ങും കേട്ടിട്ടില്ല. പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന ആൾക്കാരാണ്, നമ്മളത് ഇതേപോലത്തെ ഒരു സംഭവം കേട്ടിട്ടില്ല കേസ്. അപ്പോൾ എന്തായാലും കുമ്പളങ്ങിയിലാണ്. കുമ്പളങ്ങിയിൽ പ്രിയദർശിനി ബസ് സ്റ്റോപ്പാണ്. അവിടെയാണ് വരുമ്പോൾ. ഞാനിപ്പോൾ ബോച്ചയുടെ റിസോർട്ടുണ്ട്. ബോച്ചയുടെ റിസോർട്ടിൽ ഓക്സിജൻ റിസോർട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ എന്തായാലും ഉടനെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കുമ്പളങ്ങിയിൽ വരുമ്പോൾ പ്രിയദർശിനി ബസ് സ്റ്റോപ്പ്, അവിടെയാണ് ഈ ഒരു സംഗതി, ഈ ഒരു ഹോട്ടൽ. തട്ടുകട എന്ന് മാത്രമേ പേരുള്ളൂ. ഈ തട്ടുകട സ്ഥിതി ചെയ്യുന്നത്. വരിക, കഴിക്കുക, എന്താണ് ഇതിൻ്റെ രുചി മനസ്സിലാക്കുക. അപ്പോൾ ജയ്മോൻ ചേട്ടൻ്റെ പാർസൽ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ തൽക്കാലത്തേക്ക് ജയ്മോൻ ചേട്ടാ ബൈ. ഓക്കെ ബൈ പറഞ്ഞാണ്. താങ്ക് യു.